സിറിയക്കെതിരെ UN ചാർട്ടർ 7 പ്രകാരം സൈനിക നീക്കം ആവശ്യപ്പെടുന്ന പ്രമേയത്തിനാണ് ഫ്രാൻസിന്റെ ശ്രമം. ഇക്കാര്യത്തിൽ റഷ്യയും ഫ്രാൻസും തമ്മിൽ ഇടഞ്ഞിരുന്നു. ശക്തമായ പ്രമേയമാണ് വേണ്ടതെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറിയും ആവശ്യപ്പെട്ടു. എന്നാൽ അങ്ങനെയൊരു പ്രമേയത്തിന് ഒരു സാധ്യതയുമില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പ്രസ്താവിച്ചു. രക്ഷാസമിതിയിലെ 5 സ്ഥിരാംഗങ്ങൾ സിറിയൻ വിഷയത്തിലെ ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തിന്മേൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനായി അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈന എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ന്യൂയോർക്കിൽ ഒത്തുകൂടി. സിറിയയുടെ രാസായുധ ശേഖരം നിർവീര്യമാക്കുന്നതിന് അമേരിക്കയും റഷ്യയും തമ്മിൽ എത്തിച്ചേർന്ന ധാരണയെ പിന്തുണയ്ക്കുന്നതായിരിക്കും പ്രമേയം. എന്നാൽ ഇത് എന്ന് വോട്ടിനിടുമെന്ന് അറിവായിട്ടില്ല. സിറിയയിൽ രാഷ്ട്രീയ മാറ്റത്തിനായി ബഷാറുൽ അസദ് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ആവശ്യപ്പെട്ടു. അതേസമയം ഒക്ടോബറിന് മുൻപ് സമാധാന ചർച്ചകൾ ഉണ്ടാകില്ലെന്ന് സിറിയയിലേക്കുള്ള ഐക്യരാഷ്ട്രസഭ പ്രത്യേക ദൂതൻ ലഖ്ദർ ബ്രാഹിമി അറിയിച്ചു. സിറിയയിലെ രാസായുധ പ്രയോഗം സംബന്ധിച്ച റിപ്പോർട്ട് പരിശോധക സംഘം കഴിഞ്ഞ ദിവസമാണ് സമർപ്പിച്ചത്. ഓഗസ്റ്റ് 21-ന് ഡമാസ്കസിനടുത്ത് ഗുട്ടയിൽ പ്രയോഗിച്ചത് സരിൻ വിഷവാതകമാണെന്ന് സംഘം സ്ഥിരീകരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.